ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ ഉറങ്ങുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഒരു കാര്യം വെച്ചാൽ പണം പെരുമഴ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ചെയ്തു നോക്കുക വിശ്വാസത്തോടെ. അത് നിങ്ങൾ ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. നല്ല കാര്യമാണ്. ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. 1 രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. അത്ഭുതകരമായി സമ്പത്ത് നിങ്ങളിലേക്ക് വരും. ഞാൻ ഈ ഒരു കാര്യം ചിലർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഈ ഓർഡറുകൾ ബിസിനസ്സിന് കിട്ടുന്നില്ല. ഓർഡറുകൾ കിട്ടിയവരുണ്ട്, സാമ്പത്തികം ഉണ്ടായവരുണ്ട്, ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായ മാറ്റങ്ങൾ ഉണ്ടായവരുണ്ട്. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളത് ചെയ്തു നോക്കുക. ഏതായാലും 1 രൂപ മുടക്കുള്ള കാര്യമല്ല, ആർക്കും ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഇനി മറ്റുള്ളവർ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. അപ്പോൾ സ്വയം വീട്ടിൽ ചെയ്യാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ്, ഒരു നല്ല കാര്യമാണ്. ഒരു കാര്യം എഴുതി ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ കിടക്കുന്നിടത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ, ഒരു ചെറിയ ഈ ബേസ് ബോർഡ് വേണം. അതായത് ബേസ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഈ ബുക്കിൻ്റെ ഇതുപോലൊരു ബേസ് ബോർഡ് കീറിയാലും മതി. ഇങ്ങനൊരു ഒരു ചെറിയ ബുക്കാണ്. ഇതുപോലെ ബേസ് ബോർഡ് കീറുക, കവറ് കീറിയിട്ട് അതിൽ നിങ്ങൾ വെള്ള പേപ്പർ ഒട്ടിക്കണം. 2 സൈഡിലും വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു ചുമന്ന മഷിയുള്ള ഇത് മേടിക്കണം, സ്കെച്ച് പേന, ചുമന്ന മഷിയുടെ. എന്നിട്ട് അല്പം പച്ച കോട്ടൺ തുണി മേടിക്കണം. പച്ച കോട്ടൺ തുണി ചെറിയ 1/2 മീറ്റർ വല്ല മേടിച്ചാൽ മതി. അത് നമുക്ക് ജൗളിക്കടയിൽ നിന്ന് കിട്ടും. ഇത്രയുമാണ് വേണ്ടത്, വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ, നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ആരുമായിക്കോട്ടെ തലവര മാറിയിരിക്കും. കാരണം ഈ വീഡിയോയിൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട് വിട്ടൊരിക്കലും പോകത്തില്ല. അതിനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആര് കേട്ടാലും ആര് മനസ്സിലാക്കിയാലും നിങ്ങളുടെ തലവര മാറും, ഒരു സംശയമില്ല. നാളത്തെ നിങ്ങൾ വലിയ സമ്പത്തിലേക്ക് വരുന്ന നിങ്ങളായിരിക്കും. ഒരു സംശയം പോലും എനിക്കില്ല, 1% പോലും സംശയമില്ല, 100% ഉറപ്പാണ്. അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഉറപ്പാണ്. കാരണം അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണണം. കാരണം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അതുപോലെ ചില കാര്യങ്ങൾ ലക്ഷ്മി ദേവി വീട് വിട്ടു പോകാതിരിക്കാൻ, നിങ്ങളുടെ വീട്ടിൽ വസിക്കാൻ, നിങ്ങൾക്ക് എന്തും സമ്പത്തുണ്ടാകാൻ അത്ഭുതകരമായ, ആരും ഇതുപോലെ പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ വീഡിയോയുടെ ഉടനീളം അവസാനം വരെ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നവരാരായാലും ഉറപ്പായിട്ട് രക്ഷപ്പെട്ടിരിക്കും, ഒരു സംശയം വേണ്ട. തലവര മാറിയിരിക്കും. നിങ്ങളുടെ തലവര നിങ്ങൾ തീരുമാനിക്കുന്ന ആ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകും. ഒരു സംശയം വേണ്ട, നിങ്ങൾ മാറാൻ പോവുകയാണ്, ഉറപ്പാണ്. ഇത് കേട്ട് നോക്കുക. എന്നിട്ട് ഞാൻ പറയും 100% നിങ്ങൾക്ക് വീഡിയോ അവസാനം കേൾക്കുമ്പോൾ മനസ്സിലാവും. 100% ഞാൻ പറയുന്നത് കൃത്യമായ കാര്യമാണ്. ഉറപ്പായിട്ടും ജീവിതം മാറ്റവും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അത് കേട്ട് നോക്കുക. അതിനാദ്യം ഒന്ന് കേൾക്കണമല്ലോ. അപ്പം ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില എന്നിവയൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അത് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക്, എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, ചെയ്യുന്ന രീതി പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ രീതി. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇതുപോലെയുള്ള കേട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി, ഇതാണ്. അപ്പം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാനൊരു ശിവയോഗിയാണ്. എനിക്ക് പ്രാണായാമമുണ്ട്, ശിവയോഗയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ തിരക്കുമുണ്ട്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല. അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും, ഷുവർ.
100% നിങ്ങളുടെ തലവര സാമ്പത്തികപരമായ നിങ്ങളുടെ ഇതുവരെയുള്ള രീതിയെ മാറ്റും. നിങ്ങളിനി വേറൊരു ലെവലായിരിക്കും, ഉറപ്പാണ്. അതുപോലെ ഉറപ്പുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലൊരു ബുക്കിൻ്റെ ഒരു ബേസ് കോഡ് എടുത്താൽ മതി. കീറി എടുത്തിട്ട് അത് നിങ്ങൾ 2 സൈഡും വെള്ള പേപ്പർ കൊണ്ട് ഒട്ടിക്കണം. എന്നിട്ട് അതിൽ ചുമന്ന മഷി കൊണ്ട് ഞാനീ പറയുന്ന 2 മന്ത്രങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതണം. അത് കാര്യമുണ്ട് കേട്ടോ. ശിവായ നമ എഴുതുക, ഓം ചേർക്കണ്ട, വെറും ശിവായ നമ. അതിൻ്റെ താഴെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് എഴുതുക. ഈ 2 മന്ത്രങ്ങളും വലിയ അക്ഷരത്തിൽ എഴുതണം. എന്നുവെച്ചാൽ പേപ്പറിൽ നിൽക്കണം, പേപ്പറിന് വെളിയിൽ പോകരുത്, അത് കണക്ക് കൂട്ടി. എന്നാൽ ചെറിയ അക്ഷരമാകരുത്, വലിയ അക്ഷരമാകണം. ഈ 2 മന്ത്രങ്ങളും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം. അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ പച്ച കോട്ടൺ തുണി മേടിക്കണം. പച്ച കോട്ടൺ തുണി നമ്മുടെ ഈ ജൗളിക്കടയിലൊക്കെ കിട്ടും. നിങ്ങളുടെ അടുത്തുള്ള ജൗളിക്കടയിൽ നിന്ന് മേടിക്കുക. മേടിച്ചിട്ട് അത് 1/2 മീറ്റർ എത്രയാണെന്ന് വെച്ച് മേടിക്കുക. എന്നിട്ട് ഈ ബേസ് കോഡ് ഇങ്ങനെ മുറിച്ചിട്ട് ഇത് 2 അക്ഷരം 2 സൈഡും വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഈ ഒരു മന്ത്രം മേലിൽ എഴുതി താഴെ ഒരു മന്ത്രം എഴുതിയിട്ട് ഇത് പച്ച പട്ട് കൊണ്ട് കവർ ചെയ്യണം. പച്ച പട്ടല്ല, പച്ച കോട്ടൺ തുണി മതി, പട്ട് വേണ്ട ഇവിടെ. പച്ച കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്യണം. പേരിന് കവർ ചെയ്താൽ മതി, ഒരുപാടിട്ട് കവർ ചെയ്യേണ്ട. അത് ആവശ്യമില്ലാതെ മുറിച്ച് കളയുക. അത് ജസ്റ്റ് 1-2 മടക്ക് ചുറ്റുക. എന്നിട്ട് നിങ്ങളുടെ തലേണ കടി വെക്കണം കിടക്കാൻ നേരത്ത്. ഇത് അവിടെ ഇരുന്നോട്ട്. പിന്നെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ വേറെ എഴുതി വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ആ തലേണക്കടിയിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട, അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ കിടക്കുക, നിങ്ങൾ കിടക്കുന്ന തലേണക്കടിയിൽ ഒരു പ്രാവശ്യം വെച്ചാൽ മതി, അവിടെ ഇരുന്നോട്ട്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ എഴുതി വെക്കാം, അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല. പച്ചപ്പാട്ട് വേണമെങ്കിൽ മാറ്റാം, ബേസ് ബോർഡ് മാറ്റാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് കഴിവതും അത് എടുക്കാതെ അങ്ങനെ കുറേ നാൾ ഇരിക്കണം. എത്ര നാളിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. അപ്പോഴിത് തലേണക്കടിയിൽ ഇത് പച്ച കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ ഇത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് തലേണ നമ്മൾ കിടക്കുന്നതിൻ്റെ ആ തല വെച്ച് കിടന്ന് ഉറങ്ങുക. ഇതിൻ്റെ അകത്ത് ഇനിയും വലിയൊരു സംശയം വരും. അതായിരിക്കും വാട്സപ്പിൽ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങളായിരിക്കും. സാറേ, പീരീഡ്സ് ഉള്ള സ്ത്രീകൾക്ക് ചെയ്യാവോ? ഒരു കുഴപ്പമില്ല. കാരണം ഇത് ശിവൻ്റെ മന്ത്രമാണ്, അതിനോടൊപ്പം മഹാലക്ഷ്മിയുടെയാണ്. അപ്പോൾ ശിവമന്ത്രം വന്നു കഴിയുമ്പം അതിനകത്ത് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അതൊന്നും ഒരു അങ്ങനെയുള്ള ഒരു ചര്യനിഷ്ഠയൊന്നും ഉള്ള ഒരു വിദ്യ അല്ല. ഇതാർക്കും എപ്പോഴും ജപിക്കുകയും ചെയ്യാം. ഇത് ജപിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ജപിച്ചാലും, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജപിച്ചാലും നിങ്ങളുടെ സാമ്പത്തിക നില മാറും. മാത്രമല്ല ഇങ്ങനെ തലേനക്കടി എഴുതി വെക്കണം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് പിന്നെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കർപ്പൂരം തൊട്ട് തൊടുമ്പോൾ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഈ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഓരോ തവണ വീതം, കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓരോ തവണ വീതം മനസ്സിൽ ജപിക്കുക. ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം മാറും, ഒരു സംശയം വേണ്ട. ഇതൊരു അത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഇത് നിങ്ങൾ ചെയ്തോ, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതം മാറും, ഒരു സംശയമില്ല. കാരണം അത്ര ഒരു വിദ്യയാണ് ഇത്. ശിവായ നമ എന്ന് പറഞ്ഞാൽ മോഹന മന്ത്രമാണ്. സ്ഥൂലവും സൂക്ഷ്മമായ ഐശ്വര്യങ്ങളെ നൽകുന്ന മന്ത്രമാണ്. അവിടെ ഓം ഒന്നും ചേർക്കണ്ട. പിന്നെ അതിൻ്റെ കൂടി മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ ആ ശിവമന്ത്രത്തിനുള്ളിലാണ് ആ മഹാലക്ഷ്മിയുടെ മന്ത്രത്തിൻ്റെ ശക്തി വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോഴവിടെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങൾക്കപ്പം മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്നോ ആർക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറും, യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെ ആ തലക്കടിയിരിക്കുന്ന ആ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളറിയാതെ. നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യണ്ട. നിങ്ങളത് അവിടെ വെച്ച് കഴിഞ്ഞ് തലനക്കടി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മറന്നേക്കണം, ചിന്തിക്കരുത്. പിന്നെ ആ കാര്യം വിട്ടേക്കണം. അതവിടെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. അത്ഭുതകരമായ കാര്യമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന, മഹാലക്ഷ്മി നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാത്ത ചില രഹസ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ തലവര ഉറപ്പായിട്ടും മാറിയിരിക്കും. തലവര എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്ന് വിധി, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. 2 നമ്മളായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ തലവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് മാറ്റിയിരിക്കും, യാതൊരു സംശയം വേണ്ട. മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. മുഴുവൻ കേൾക്കണം. ഇതാര് കേട്ടാലും ജീവിതം മാറിയിരിക്കും, ഒരു സംശയം വേണ്ട.
നമ്മളുടെ ജീവിതം മാറണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം, എങ്കിലേ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്പർ 1, പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താലേ പുതിയ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറ്റുന്ന നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫലം കിട്ടിയ കാര്യങ്ങളും അതോടൊപ്പം ഫോളോ ചെയ്യണം. പഴയ ഫലം കിട്ടിയ കാര്യങ്ങളും അതോടൊപ്പം ചെയ്യണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുതിയ കാര്യങ്ങളും ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അതെന്താണ്? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ പോകുന്നു. നിങ്ങൾ സ്ഥിരമായിട്ടൊരു ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നു, നല്ല കാര്യം തന്നെ. ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണം. നിങ്ങൾ ഇടയ്ക്ക് ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണം, അല്ലെ ഇടയ്ക്ക് വേറെ പുതിയൊരു ക്ഷേത്രത്തിൽ പോകണം. ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണം. ഉറപ്പാണ് നിങ്ങളുടെ. അപ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട്, ഈശ്വരീയമായൊരു മനസ്സുണ്ട്. അത് ഈ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴേ നമുക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരണമെന്നില്ല. പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക, ഇടയ്ക്ക് വേറെ ക്ഷേത്രങ്ങളിൽ പോവുക. ഈ ക്ഷേത്രത്തിൽ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് പൊക്കോണം, പോകുന്നിടത്ത് അതിനോടൊപ്പം വേറെ ക്ഷേത്രങ്ങളിലൂടെ പോവുക. വേറെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവം ഉണ്ടാകും. ആ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ, ആ ഈശ്വരീയമായ മനസ്സിനെ പുതിയ ക്രിയാത്മകമാക്കും. അപ്പോഴേ നമുക്ക് മാറ്റം വരത്തുള്ളൂ. ഇനിയും നമ്മളൊക്കെ എല്ലാ മനുഷ്യനും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കണ്ടീഷൻസിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ടീഷൻസിനനുസരിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ വിശദമാക്കി തരാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. കണ്ടീഷൻസിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ കണ്ടീഷൻസിനനുസരിച്ച് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം വന്നാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? വിഷമിച്ചിരിക്കണം, അല്ലെ കരയണം, അല്ലെ കുറച്ചു നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഏതാണ് അത്ഭുതം സംഭവിക്കും. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ അത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുക. അതായത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, വിഷമം വന്നാൽ വിഷമിച്ചേ ഇരിക്കണം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് കണ്ടീഷൻസ്. ആ കണ്ടീഷൻസിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് മാറണം. നമ്മൾ മാറ്റി ചിന്തിക്കണം. വിഷമം വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വിഷമിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ വിഷമിച്ചിരുന്നവരാരും ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. നമ്മൾ പ്രവർത്തിക്കണം, അതിന് ഫലപ്രദമായ പരിഹാരം കണ്ടെത്തണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കുന്നു. നമുക്കൊരു വിഷമം വന്നാൽ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ആ സമയം കൊണ്ട് പ്രവർത്തിക്കുന്നു, നമ്മളതിന് പരിഹാരം കണ്ടെത്തുന്നു. അങ്ങനെയുള്ള കൂട്ടത്തിൽ മഹാലക്ഷ്മി ഒരിക്കലും വിട്ടുപോകത്തില്ല. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരപ്രകാരം സമ്പത്ത്, ഐശ്വര്യമൊക്കെ ദേവതയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും സമ്പത്ത് വിട്ടുപോകത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ എപ്പോഴും എനിക്ക് പറഞ്ഞു തരുന്നത്, മോനെ നമ്മൾ പാവങ്ങളാണ്, അവർ പണക്കാരാണ്, നമുക്കതിന് പറ്റത്തില്ല, നമുക്കിതിന് പറ്റത്തില്ല, നമ്മൾ ഏറ്റവും ലളിതമായിട്ട് ജീവിക്കണം, എവിടെ പോയാലും നടന്നു തന്നെ പോകണം, ഈ മാക്സിമം നടന്നു പോയ ഒരു സ്ഥലത്ത് പോകണം, അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കണം. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഫാദറൊക്കെ നമ്മളെ അഭിനന്ദിക്കും, മിടുക്കൻ, നീ നടന്നാണ് പോയത്, നല്ല കാര്യം. പക്ഷെ അതല്ല, സ്മാർട്ടായിട്ട് ജീവിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അലഞ്ഞ് ചീരിഞ്ഞ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. നമ്മൾ പലതും മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഒരുപാട് വിഷമങ്ങൾ വരുമ്പോൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതല്ലേ, ഞാൻ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വിഷമിച്ചിരിക്കണമെന്നാണ്. ഞാനിങ്ങനെ വിഷമിച്ച് ഒരുപാട് ഇരിക്കുമായിരുന്നു. അവസാനം ഞാനൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഈ വിഷമിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല, ആരും ഒന്നും നേടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പരിഹാരം കണ്ടുപിടിക്കാം. അങ്ങനെ ഞാൻ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ, ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഞാനീ പറയുന്നത് ഞാൻ ജീവിതത്തിൽ പലതും കാണിച്ച് തന്നിട്ടേ പറയുന്നത്. ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോൾ ഒരു 13 സബ്സ്ക്രൈബർ ആകാൻ ബുദ്ധിമുട്ടിയ ആളാണ്. നമ്മളെല്ലാവരും പുച്ഛിച്ച് തള്ളിയായിരുന്നു. ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ആരും ചാനലുള്ളവരൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. അപ്പം നിങ്ങൾ എന്നെ ആദ്യ കാലത്തെ ചാനലിൽ പോയി നോക്കാൻ, വ്യൂസേ ഇല്ല. എന്നെ കാണാനും വളരെ
വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യമാണ്. എന്നെ കാണാൻ തന്നെ അത്ര കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ആയിരുന്നു. 13 സബ്സ്ക്രൈബർ പോലും ഉണ്ടാകാൻ ഞാൻ പാടുപെട്ടു. 100 സബ്സ്ക്രൈബറിലേക്ക് ആകാൻ എനിക്ക് ഒരുപാട് പാടുപെട്ടു. ഒരു 1000 സബ്സ്ക്രൈബർ ആകാൻ ഒരുപാട് പാടുപെട്ടു. ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് പിന്നെ പറഞ്ഞത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ പഠിച്ച കുറേ മാറ്റങ്ങൾ. ഇന്ന് 4 ലക്ഷത്തിന് മേൽ സബ്സ്ക്രൈബർ എനിക്കുണ്ട്. ഓരോ 2 ദിവസവും കൂടുമ്പോൾ 50,000 വ്യൂസ് ടോട്ടൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 40,000 വ്യൂസ് കാണുന്നുണ്ട്. ഇതെല്ലാം ഞാൻ മാറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ ജീവിതത്തിൽ നേടിയെടുത്ത കാര്യങ്ങളാണ്. ഒന്നും ഇങ്ങോട്ടാരും വന്നതൊന്നുമല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് മൂല്യം കിട്ടുന്നുണ്ട്. നിങ്ങളെന്നല്ല ആര് കാണുന്നുണ്ടെങ്കിലും അതുപോലുള്ള മൂല്യമുള്ള സത്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. അപ്പം നിങ്ങളുടെ തൊഴിലിൽ അതുപോലെ നിങ്ങൾ മൂല്യം കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്ന മഹാലക്ഷ്മി നിങ്ങളെ വിട്ടു പോകത്തില്ല. മൂല്യം കൊടുക്കണം. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതി മാക്സിമം നിങ്ങളുടെ എഫേർട്ടും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാവുന്ന അത്രയും നല്ല രീതിയിൽ ചെയ്യുക. ബാക്കിയൊക്കെ തനിയെ വന്നു ചേർന്നോളൂ. മഹാലക്ഷ്മി ഒരിക്കലും വിട്ടു പോകത്തില്ല. പിന്നെ ഇപ്പം നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ ഫാദറൊക്കെ എപ്പോഴും പറയും, മോനെ പഠിച്ച് നീ ഒരു അടുത്ത് ജോലി ചെയ്യണം. ജോലി ചെയ്ത് ഇപ്പം പഠിച്ചു കഴിഞ്ഞ് ഞാൻ BCom ആണ് പഠിച്ചത്. അപ്പം എന്നോട് ചെറുപ്പം തൊട്ട് ഫാദർ പറയും, മോനെ നമ്മൾ പാവങ്ങളാണ്, നമുക്ക് വലിയ ലെവലിൽ പോകാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ BComന് ഇൻകം ടാക്സ് അല്ല സ്റ്റാറ്റിസ്റ്റിക്സിന് 91 മാർക്കോടെ പാസ്സായ വ്യക്തിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് 91 മാർക്കോടെ പാസ്സായ വ്യക്തിയാണ്. അത് എൻ്റെ കഴിവ് മാത്രമല്ല, എന്നെ പഠിപ്പിച്ച NSS യൂത്ത് കോളേജിൽ ജയൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറിൻ്റെ കഴിവ് കൂടാണ്. അപ്പം ഞാനത് ആ 91% മാർക്കോടെ പാസ്സായ ആ ഒരു പരിശ്രമം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇന്നും ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ BCom കഴിഞ്ഞപ്പോൾ ഒരിടത്ത് തൊഴിലിന് പോകാൻ വേണ്ടി ഫാദറൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകണം, ഇൻ്റർവ്യൂ പാസ്സായി എവിടെയെങ്കിലും സ്ഥാപനങ്ങളിൽ നീ ജോലിക്ക് കയറണം എന്നൊക്കെയാണ് നമ്മളോട് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ നീ ജോലിക്കാരനായിട്ട് നിൽക്കണം. അപ്പം നമ്മൾ അതാണ് പഠിച്ചു വെച്ചത്, നമ്മുടെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാടത്ത് ജോലി ചെയ്തു. അപ്പം നമ്മുടെ ശമ്പളം നിശ്ചിത ശമ്പളമാണ്. നമ്മൾ ഒരു പരിധി കൂടുതൽ വളരത്തില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ തെറ്റില്ല, പക്ഷേ ജീവിതം മുഴുവൻ ആ ജോലിയിൽ തന്നെ നിൽക്കുന്നത് മണ്ടത്തരമാണ്. നമ്മൾ സ്വന്തം നിലയിലേക്ക് വരണം, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യണം. അപ്പോഴേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. നമ്മളുടെ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പം ഞാനതൊക്കെ മാറ്റി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പം ഞാൻ കൊമേഴ്സാണ് പഠിച്ചത്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഒരു പരിധി കൂടുതൽ വളരത്തില്ല. മാത്രമല്ല ഇത്ര മണിക്കൂർ അവർക്ക് നമ്മൾ എഴുതി കൊടുക്കുക. നമ്മുടെ സമയത്തിന് വിലയുള്ളതാണ്. ഒരു മാസം ഇത്ര രൂപ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയല്ല, അതിനെക്കാട്ടും കഴിവുള്ള വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മൾ സ്വന്തം നിലയിലേക്ക് നമ്മൾ മാറ്റി ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോഴേ ഞാൻ ചിന്തിച്ചു, നമ്മൾക്ക് സ്വന്തമായിട്ട് പറ്റുന്ന തൊഴിലുകൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ്, നമ്മളുടെ അറിവ്, അതുകൊണ്ട് നമ്മൾ ധനം ഉണ്ടാകാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഉണ്ട് കഴിവുകൾ, എല്ലാവർക്കും ഉണ്ട് അറിവുകൾ, പലതരത്തിലുള്ള കഴിവുകൾ ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തി സ്വന്തം നിലയിൽ നമ്മളത് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ സ്കൈ ഈസ് ദ ലിമിറ്റ്. നമുക്ക് എത്ര വേണമെങ്കിലും വളരാം. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നത്. ഒരിടത്തൊരു സ്റ്റാഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലിമിറ്റഡ് ആയി പോകും. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കടവും ലോണും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരെല്ലാം സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തവർ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു തൊഴിൽ തുടങ്ങുക, ചെറിയ രീതിയിൽ നമ്മൾ അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തല്ല ചെയ്യേണ്ടത്. അവിടെയാണ് കൂടുതൽ ആളുകൾക്ക് പ്രശ്നം പറ്റുന്നത്. ഒരു ദിവസം ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം ബാങ്കും ഉണ്ട്. ലോൺ എടുത്തല്ല, നമ്മൾ ചെറിയ കാര്യങ്ങൾ, ചെറിയ സംരംഭങ്ങളെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മൂലധനം, ക്യാപിറ്റൽ നമ്മൾ തന്നെ പൈസ കുറച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ചുറ്റി പിടിച്ചോ അത് വർഷങ്ങൾ കൊണ്ട് ചുറ്റി പിടിച്ചോ ഒക്കെ ഉണ്ടാക്കണം. ആ പണം വേണം നമ്മൾക്ക് ചെറിയൊരു സംരംഭം അല്ലെങ്കിൽ ചെറിയൊരു തൊഴിൽ. ഇന്നത്തെ കാലത്ത് ഒരിടത്തൊരു ബിസിനസ്സായിട്ട് ഇരിക്കണമെന്നില്ല. ഇന്ന് ഇൻ്റർനെറ്റ് ലോകം ഭരിക്കുന്ന കാലമാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് പല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധ്യതകൾ അനന്തമാണ് ഇന്നത്തെ കാലത്ത്.
അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാം. നിങ്ങളുടെ അറിവ് ഇൻവെസ്റ്റ് ചെയ്യാം, അതുകൊണ്ട് കാശുണ്ടാക്കാം. ഇന്ന് കാലം മാറി, ഇന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാം. ഇനി അതല്ല, നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് ബാങ്കിൽ കൊണ്ട് പൈസ ഇടണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഒരിക്കലും ബാങ്കിൽ നിന്ന് എന്തുണ്ടായാലും ഒരു വീട് വെക്കുന്നു, ലോൺ എടുക്കണം. എന്തിനു ലോൺ എടുക്കണമെന്ന് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക. ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ആവശ്യത്തിന് ലോൺ എടുക്കാൻ എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ പഠിക്കുക. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമുക്കൊരു വരുമാനം ഉണ്ടായാൽ ആദ്യം അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ചിലവ് ചെയ്യുക. അപ്പം ചിലവ് ചെയ്യാൻ നമുക്ക് പൈസ തികയുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനുള്ള മാർഗം കണ്ടെത്തും. ആദ്യം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇൻവെസ്റ്റാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്ന നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചിലവ് മുഴുവൻ കഴിഞ്ഞിട്ട് സമ്പാദിക്കാൻ ശ്രമിക്കണമെന്നാണ്. ഒരിക്കലും അത് നടക്കത്തില്ല. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാങ്കിൽ കൊണ്ടിടുവാണോ? ബാങ്കിൽ ഇടുന്നതിൽ തെറ്റില്ല, അത് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ എങ്കിലും നമ്മൾക്ക് വളരണമെങ്കിൽ ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മളൊരു സ്വന്തമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങുക. ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ, തയ്യൽ ഷോപ്പുകൾ, സ്വന്തമായിട്ട് ബേക്കറികൾ, സ്വന്തമായിട്ട് സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ജീവിതം മാറിയവരുണ്ട്. ഇതൊക്കെ എൻ്റെ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ അതേക്കുറിച്ച് പഠിച്ചൊരു കാര്യം വിജയിപ്പിക്കാമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ വേറൊരു അത്യാവശ്യത്തിന് വെച്ച പൈസ എടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ടൊരു തൊഴിൽ തുടങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എടുത്ത് സ്വന്തം നിലയിൽ എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങുക സ്വന്തമായിട്ട്. അപ്പം നിങ്ങൾ ആ തൊഴിലിൽ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും. അല്ലെങ്കിൽ ഇന്ന് നമുക്കതിനുള്ള ധൈര്യമില്ലെന്നുണ്ടെങ്കിൽ ധാരാളം കമ്പനികളുണ്ട് നമ്മുടെ ചുറ്റും നല്ല രീതിയിൽ പോകുന്നു. ആ കമ്പനികളിൽ നമുക്ക് ഷെയർ എടുക്കാം. ഷെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കയറി ഷെയർ എടുക്കുകയല്ല. നമ്മൾ വീട് വെക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്യാവശ്യം വെച്ചിരിക്കുന്ന പൈസയോ ഒന്നും വെച്ചെടുക്കരുത്. നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ നല്ല രീതിയിൽ കമ്പനി നടത്തുന്നവരുണ്ട്, അതിൻ്റെ ഷെയർ എടുക്കാം. അപ്പോൾ അത് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടും. കാരണം റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അത് നമുക്കത് സ്വീകാര്യമെങ്കിൽ മാത്രം അതിൻ്റെ പുറകെ പോകാവുള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലാതെ ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അപ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ലാതെ നമ്മൾ ഒരു വരുമാനത്തെ തന്നെ തൂങ്ങിക്കിടന്ന ഒരിക്കലും ജീവിതം മാറാൻ പോകുന്നില്ല. സ്വന്തം നിലയിൽ വളരണം. നമ്മൾ ഒരു കാര്യത്തിന് പുറകെ നടന്ന ഒരിക്കലും ജീവിതം മാറ്റണം. പുതിയതായി ചിന്തിക്കണം, മാറ്റി ചിന്തിക്കണം. പുതിയ കാര്യങ്ങൾ ചിന്തിച്ചാൽ, പുതിയ കാര്യങ്ങൾ ചെയ്താലേ ജീവിതം മാറത്തുള്ളൂ. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ അതേക്കുറിച്ച്. ഇതെല്ലാം നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ കണ്ണും മൂക്കും നാക്കും ഉള്ളവരാണ്. പക്ഷേ അവരാലോചിച്ച് ചെയ്യുന്നു, നമ്മളതേക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളൂ. നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളൂ. നമുക്കും എല്ലാം സാധിക്കും. നമ്മൾ കമ്പനിയെക്കുറിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ചിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നു. ആ കമ്പനിക്ക് മാർക്കറ്റിൽ എത്ര രൂപയാണ് ഷെയറിൻ്റെ വിലയെന്ന് നോക്കുന്നു. ആ വിലയെക്കാട്ടിയും കൂടുതൽ ആ കമ്പനിക്ക് ആന്തരിക മൂല്യമുണ്ടെങ്കിൽ, ആ കമ്പനിക്ക് ആന്തരികം ഈ ഷെയറിനെക്കാട്ടിലും കൂടുതൽ ആ കമ്പനിക്ക് കൂടുതൽ നല്ല ആന്തരിക മൂല്യം, അതായത് ആ പവർ ഉണ്ടെങ്കിൽ ഈ ഷെയർ നമ്മൾ കുറയുമ്പോൾ മേടിച്ചാൽ ഇത് ഉയരുക തന്നെ ചെയ്യും എപ്പോഴെങ്കിലും. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു കൂടുമ്പോൾ വിൽക്കുക. അല്ലാതെ നമ്മൾ പാനിക്കായിട്ടോ പെട്ടെന്ന് ഷെയർ എടുത്ത് വിൽക്കുന്നവരോ ഒന്നും നഷ്ടങ്ങളെ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ആകരുത്. നമ്മൾ കാശ് കൊണ്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ അത്യാവശ്യത്തിന് വെച്ച പൈസ ആകരുത്. നമ്മളൊരു സമ്പാദ്യമായിട്ട് വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കണം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അല്പം ക്ഷമയും കുറച്ച് പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. അനന്തമായ സാധ്യതയാണ്. കാരണം ഒരുപാട് നല്ല കമ്പനികളുണ്ട്. അപ്പോൾ നല്ല കമ്പനികളിൽ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഷെയർ എടുക്കുന്നു. ആ ഷെയർ കുറഞ്ഞു നിൽക്കുമ്പോൾ എടുക്കുന്നു. പക്ഷേ ആ കമ്പനിക്ക് മൂല്യം വേണം. നാളെ ഇത് കൂടുവാൻ കഴിവുള്ള കമ്പനിയാണ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് നമ്മൾ ക്ഷമിച്ചിരിക്കണം. അത് കൂടുമ്പോൾ നമ്മൾ വിൽക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വരുമാന മാർഗ്ഗമാണ്, നല്ല വരുമാന മാർഗ്ഗമാണ് നല്ലതായിട്ട് ചെയ്യുന്നവർക്ക്. അപ്പോഴാണ് നമ്മൾ അങ്ങനെയാണ് ജീവിതം. നമുക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്യാം. ഇപ്പോൾ ഒരു കൂൾ ബാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ
പലർക്കും പല കഴിവാണ് തന്നിരിക്കുന്നത്. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ബ്യൂട്ടീഷ്യനെ, ബ്യൂട്ടി പാർലറിലൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. കഴിവ് അതിന് ധൈര്യമില്ലെങ്കിൽ മറ്റുള്ളവൻ നല്ല കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ എടുക്കാം. നമ്മൾ ഈ ബാങ്കിൽ പൈസ ഇടാൻ മാത്രമാണ് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബാങ്കിൽ പൈസ ഇടുന്നതിൽ തെറ്റില്ല, അവിടെ ബാങ്കിൽ ഇടുകയും വേണം. പക്ഷെ അത് മാത്രം ചെയ്താൽ ജീവിതം മാറത്തില്ല. പറഞ്ഞാൽ മനസ്സിലായി. എന്നും ഒന്നും അങ്ങനെ തന്നെ പോകും. അതുപോലെ എപ്പോഴും ലോൺ എടുക്കാനാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ പോയാൽ ജീവിതം ഒരിക്കലും, വലിയ വീട് വെക്കും, ജീവിതം മുഴുവൻ കടക്കണിയിലായിരിക്കും. പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യാം, അപ്പോഴേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ കണ്ടീഷൻസിനെ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മാറ്റി ചിന്തിക്കണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പോൾ ഷെയറിൻ്റെ കാര്യം നിങ്ങൾ എടുക്കണമെന്നോ എടുക്കേണ്ടെന്നോ ഞാൻ പറയത്തില്ല. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അതിനകത്തെല്ലാം റിസ്ക് ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ആലോചിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അത് റിസ്ക് വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കൂടുതൽ ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലാഭമേ വരത്തുള്ളൂ. അതാണ് എൻ്റെ അനുഭവം. ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ നോക്കരുത്. ഞാൻ SIP ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ മാറ്റി ചിന്തിക്കുന്ന, അവർക്ക് ബുദ്ധിയുണ്ട്. മനസ്സിലായോ? നമ്മളെയൊക്കെ പഠിപ്പിച്ച് ജീവിതകാലം മുഴുവൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നിൻ്റെ സമയവും നിൻ്റെ ആരോഗ്യവും നിൻ്റെ ബുദ്ധിയെല്ലാം അതിനുവേണ്ടി ചിലവഴിച്ച് ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നാണ് നമ്മളെ കണ്ടീഷൻ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടുകാർ ഒട്ടിങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ മാറ്റി ചിന്തിക്കുന്നവൻ രക്ഷപ്പെട്ടു. ഇന്ന് ലോകത്തിൽ ഇപ്പോൾ ആമസോൺ കമ്പനി ആണേലും ഒക്കെ ആണേലും അവർ മാറ്റി ചിന്തിച്ചവരാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. ആമസോണിൻ്റെ കമ്പനി തുടങ്ങിയവരാണേലും അവർ എന്താ ചെയ്തിരിക്കുന്നത്? അവർ പുതിയതായിട്ട് ചിന്തിച്ചു, ഇല്ലാത്തൊരു കാര്യം ചിന്തിച്ചു. കാരണം ഇപ്പം പലർക്കും പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അവരൊരു സൈറ്റ് തുടങ്ങിയിട്ട് ആ സൈറ്റിൽ നമ്മുടെ വേണ്ട കാര്യങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ട സ്ഥലത്തു നിന്ന് എടുത്ത് നമുക്ക് കൊണ്ടുത്തരുന്നു. അതിൻ്റെ കൊറിയർ ചാർജും പൈസ അവർ മേടിക്കുന്നു. അതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം ചെയ്തു. അങ്ങനെയാണ് അവർ കോടീശ്വരരായത്. മാറ്റി ചിന്തിക്കുന്നവരെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യത്തുള്ളൂ. അല്ലാത്തവരെന്നും ഒന്നും കടവും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങൾക്കൊരു വിഷമം വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുക, അത് പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുക. പരിഹാരം ചെയ്യുക. കരഞ്ഞവരാരും രക്ഷപ്പെട്ടിട്ടില്ല, വിഷമിച്ചിരുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. പരിഹാരം കണ്ടെത്തുക. അത് നമുക്ക് സാധിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ പലപ്പോഴും വിഷമം വരുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിഷമിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചേട്ടാ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ. പരിഹാരം കണ്ടെത്തണം. അങ്ങനെ പരിഹാരം കണ്ടെത്താൻ ശീലിച്ചുകൊണ്ടാണ് ഇന്ന് 1500-ലേറെ എൻ്റെ വീഡിയോകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. കാരണം മുഴുവൻ പരിഹാരങ്ങളാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് കഴിവുണ്ടായി പരിഹാരം കണ്ടെത്താനുള്ളത്. അത് ഞാനങ്ങനെ മാറ്റി ചിന്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് എന്നെ നിങ്ങൾ അറിയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവരുണ്ട്. 4 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബറായി. 2 ദിവസം കൂടുമ്പം ടോട്ടൽ വ്യൂസ് 50,000 അല്ലെങ്കിൽ 40,000 വരുന്നുണ്ട്. ലോകം മുഴുവൻ ആളുകൾ കാണുന്നു, അറിയുന്നു. ഇതൊക്കെ ഞാൻ മാറ്റി ചിന്തിച്ചുകൊണ്ടാണ്. അല്ലെ ഞാനൊരു കടയിൽ നിന്ന് അവിടെ നിന്നല്ലേ ഒരു അക്കൗണ്ടൻ്റായിട്ട് നിന്ന് ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ച് എൻ്റെ ജീവിതം മുഴുവൻ അവിടെ കളഞ്ഞ് ഒരിക്കലും ജീവിതത്തിൽ മാറ്റി ചിന്തിക്കണം. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കണം. നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ്മെൻ്റ് ആക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, സന്തോഷം വരുമ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക. സന്തോഷം വരുമ്പോൾ ഉടനെ ഒന്നുകിൽ ഫുഡ് കഴിക്കുക, ഒരു ഡിന്നറിന് പോവുക, ഒരു പാർട്ടിക്ക് പോവുക, ഫുഡ് കഴിക്കുക. അപ്പോൾ എപ്പോൾ സന്തോഷം വന്നാലും മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക, പഠിപ്പിച്ച് വെച്ചിരിക്കുക. ഉടനെ പോയി ഫുഡ് കഴിക്കുക. എന്തോ ഒരു അബദ്ധമായി കാണിക്കുന്നറിയോ? സന്തോഷം വരുമ്പോൾ ഉടനെ പറയാം, നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി നമുക്കിന്ന് ഫുഡ് കഴിച്ചേക്കാം, അടിച്ച് പൊളിച്ചേക്കാം. ഈ മസാലയും എണ്ണയും ഉള്ള എല്ലാം ആവശ്യമില്ലാതെ കഴിക്കുന്നത്. ആവശ്യത്തിന് കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇവർ ആഘോഷിക്കുക. അവസാനം വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ? വളരെ ചെറുപ്രായത്തിലെ അസുഖങ്ങൾ പിടിപെട്ട് മരിച്ചു പോവുക. ഇന്ന് നോക്കിയാൽ ഇന്ന് ചെറുപ്പക്കാരുടെ മരണം കൂടുതലാണ്, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ. അപ്പോൾ ഇത് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്യണം, ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യണം, വിഷമം വന്നാൽ വിഷമിച്ചിരിക്കണം, അല്ലെങ്കിൽ സന്തോഷം വന്നാൽ ഒന്നെ പോയി ഫുഡ് കഴിക്കുക, അല്ലെ വിഷമം വന്നാൽ ഒന്നെ മദ്യപിക്കുക. ഇതിങ്ങനെ മനസ്സിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുക. ഇത് അവിടെയാണ് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടത്. നമുക്ക് സന്തോഷം വന്നാൽ നമ്മൾ പോയി ഫുഡ് കഴിക്കുക അല്ല ചെയ്യേണ്ടത്, അല്ലെ ആവശ്യത്തിന് ഫുഡ് കഴിച്ചാൽ തെറ്റില്ല. നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വേണ ഗാർഡനിങ് നടത്താം, ചെടികൾ വെച്ച് പിടിപ്പിക്കാം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, നല്ല യാത്രകൾ ചെയ്യാം, സമൂഹത്തിൽ സേവനം ചെയ്യാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഗുണമുണ്ടാകുന്നു.
ഈ ആവശ്യമില്ലാതെ ഭക്ഷണമെല്ലാം കഴിച്ച് ലാസ്റ്റ് രോഗിയായി തീരും. ജീവിതം വളരെ ആയുസില്ലാതെ എന്തുകൊണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. അതുപോലെ ചിലർ പഠിച്ചു വെച്ചിരിക്കുന്ന വിഷമം വന്നവനെ മദ്യപിക്കണം, അവൻ്റെ കരളാണ് പോകുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതമാണ് പോകുന്നത്. എന്തോ ഒരു മണ്ടത്തരമാണ് ഇത്. മനുഷ്യനങ്ങ് പഠിച്ചു വെച്ചിരിക്കുക, കണ്ടീഷൻ ചെയ്ത് വെച്ച്. ഈ കണ്ടീഷൻസ് എല്ലാം മാറണം, പുതിയതായിട്ട് ചിന്തിക്കാൻ തുടങ്ങണം, പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. മദ്യപിച്ചുകൊണ്ട് ഒരു കാര്യം വിഷമമൊന്നും പോകുന്നില്ല, ഇത് പഠിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പലരും വിഷമം വരുമ്പം ഇങ്ങനെ വലിച്ചു തള്ളും. ഇവൻ്റെ കുറച്ചൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ രക്തത്തിൽ കുഴയ ബ്ലോക്കോ ഒക്കെ ഉണ്ടാവും. ഇത് പഠിച്ചു വെച്ചിരിക്കുക. ടെൻഷൻ ഇപ്പോഴേ അല്ല, ചെറുപ്പത്തിലൊക്കെ. ഇപ്പം പിന്നെ ഈ സിഗരറ്റ് വലി ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെല്ലാം ടെൻഷൻ വന്നു ചിലർ കാണുന്ന വലിച്ചു കാണും. ഇത് നമ്മളെല്ലാം കണ്ടീഷൻ ചെയ്ത് വെച്ച്. ഇതൊക്കെ ഇവിടെയാണ് മാറ്റി ചിന്തിക്കേണ്ടത്. ഈ മാറ്റി ചിന്തിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഈ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെ കാര്യം ഇതുപോലുള്ള കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മുടെ കൂടെ സമ്പത്ത് നിൽക്കാത്തത്, നമ്മുടെ കൂടെ ആയുസ്സും ആരോഗ്യം നിൽക്കാത്തത്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ടീഷൻസ് എല്ലാം മാറ്റണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്ന് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക. അതെല്ലാം മാറ്റണം. പുതിയതായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പുതിയതായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പം പൈസയ്ക്ക് ആവശ്യം വന്നാലും കടം മേടിക്കണം. ഇതിങ്ങനെ മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുക, കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക, ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഞാനതുപോലെ പണ്ടൊരിക്കൽ എനിക്ക് എന്താവശ്യം വന്നാലും എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവരോട് കടം മേടിക്കുമായിരുന്നു. അങ്ങനെ മേടിച്ചപ്പം ഞാൻ മനസ്സിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുക, പണത്തിന് അത്യാവശ്യം വന്നാൽ ഇന്ന ആളോട് പൈസ മേടിക്കണം. ഇതിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുക എപ്പോഴും. അപ്പോൾ ഇതിങ്ങനെ എപ്പം പൈസയ്ക്ക് ആവശ്യം വന്നാലും ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വരും. ആ വ്യക്തിയോട് പണം മേടിക്കണം, അതിൽ തരുകയും ചെയ്യും. അങ്ങനെ ഞാൻ എന്നിട്ട് പണം തിരിച്ചു കൊടുക്കണമല്ലോ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് മാറുന്നില്ല, കടം മാറുന്നില്ല. ഒരു ദിവസം ഞാൻ മാറ്റി ചിന്തിച്ചു. ഞാൻ വിചാരിച്ചു, എടാ ഞാൻ ഈ പൈസ കടം മേടിച്ചാലും അധികം നാൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിത് ജോലി ചെയ്ത് കൂടുതൽ അധ്വാനിച്ച് കൂടുതൽ സമയം ജോലി ചെയ്ത് ഞാൻ എൻ്റെ വരുമാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇത് എൻ്റെ ജീവിതം മാറുമല്ലോ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ പിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും കൂടുതൽ സമയമെടുത്ത ആളുകളെ വിശകലനം ചെയ്യാൻ തുടങ്ങിയതും ഞാൻ പുതിയ എൻ്റെ അറിവുകളെ എൻ്റെ കഴിവിനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ഇത് മാറിയിരിക്കും, ഉറപ്പാണ്. ഇല്ലാതെ നിങ്ങൾ ഈ കിടക്കുന്ന കണ്ടീഷൻസിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ ആ കണ്ടീഷൻസിൽ നിങ്ങൾ ജീവിച്ച ഒരിക്കലും ജീവിതം മാറാൻ പോകുന്നില്ല. എന്നും ദുരിതവും വിഷമമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ കണ്ടീഷൻസിനെ മറികടക്കണം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ ഒരു വിഷമം വന്നാലും ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങളപ്പം മനസ്സിൽ ചിന്തിക്കുക, ഇതിനെ ഞാൻ ഫലപ്രദമായി അതിജീവിക്കും എന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഈ ഒരു വരി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമം വരുമ്പോൾ ചിന്തിക്കുക, ഈ നിമിഷത്തെ ഞാൻ ഫലപ്രദമായി അതിജീവിക്കും, ഞാൻ ഫലപ്രദമായ അതിൻ്റെ പരിഹാരം കണ്ടെത്തും എന്ന് ചിന്തിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ എന്ത് വിഷമത്തെ അതിജീവിക്കാൻ പറ്റും. അല്ല കാര്യം നമ്മൾ വിഷമിച്ചിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ വിഷമിച്ചിരുന്ന ആരും ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. പക്ഷെ നമ്മളെ പഠിപ്പിച്ച് വെച്ച് നമ്മൾ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും വിഷമിക്കണമെന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടീഷൻസിനെയൊക്കെ നമ്മൾ അതിജീവിക്കണം, കണ്ടീഷൻസിനെ നമ്മൾ മറികടക്കണമെന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ 100% നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. ഞാനീ പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടാണ്. നിങ്ങൾ മാറ്റി നിങ്ങളുടെ കണ്ടീഷൻസിനെ, നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യണം, അതെല്ലാം മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ, മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. യാതൊരു സംശയവും വേണ്ട. അവിടെയാണ് മാറ്റം വരേണ്ടത്. നിങ്ങളുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത്, നിങ്ങളുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഞാനീ പറയുന്ന ഒരു 3 വരി ചൊല്ലിയാൽ നല്ലതാണ്. കിടക്കപ്പായി ഇരുന്നുകൊണ്ടല്ല, കുളി കഴിഞ്ഞ് ജപിച്ചാൽ മതി. ആത്മരുദ്ര ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ജഗത് സർവം ശിവോഹം. ആത്മരുദ്ര ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ജഗത് സർവം ശിവോഹം.
ഈ 3 വരികൾ കുളി കഴിഞ്ഞാൽ കുളിമുറിയിൽ നിന്ന് ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വേണേൽ ജപിക്കാം. ജീവിതത്തിൽ വലിയ മാറ്റം വരും. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ജപിക്കേണ്ട, ഈ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ മതി, വലിയ മാറ്റം വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഈ പറഞ്ഞതെല്ലാം ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ നിമിഷം നിങ്ങൾ ശരിയായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും മാറും. നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അത് അറിയുമ്പോഴേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. മാറാൻ വേണ്ട കാര്യങ്ങൾ അറിയണം, മാറ്റം ഉണ്ടാക്കാൻ ശക്തിയുള്ള കാര്യങ്ങൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശക്തിയുള്ള കാര്യങ്ങൾ അറിയണം, പുതിയ കാര്യങ്ങൾ. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പോഴെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോം.